നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്ലബ്ബ് വേൾഡ് കപ്പ് ഇതാ നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് US ക്ലബ്ബ് വേൾഡ് കപ്പ് ആരംഭിക്കുന്നത്. ലോക ഫുട്ബോളിലെ അധികായന്മാരായ ക്ലബ്ബുകളൊക്കെ അണിനിരക്കുന്നു. ഇതിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ചില കളികളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നമ്മളെ കാത്തിരിക്കുന്ന കിടിലൻ മത്സരങ്ങൾ. ഏതായാലും ഉദ്ഘാടന മത്സരം എന്ന നിലയ്ക്ക് ഇന്റർ മയാമിയുടെ മത്സരം അൽ അഹ്ലിക്കെതിരെയുള്ള കളി ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ്. ഉദ്ഘാടന മത്സരം നടക്കുന്നത് ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ്. മയാമി ഗാർഡൻസിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ ശനിയാഴ്ചയാണ് ആ കളി. പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 5:30 ആ കളി നടക്കുന്നത്. ഈജിപ്ഷ്യൻ ക്ലബ്ബാണ് അൽ അഹ്ലി. ശക്തമായ ടീമാണ്. അവർക്കെതിരെ എന്തുതരം പ്രകടനം ലിയോ മെസ്സിയും സംഘവും പുറത്തെടുക്കും, കാത്തിരുന്ന് കാണാം. സോ കാണേണ്ട കളികളിൽ ഒന്ന് അതാണ്. അത് ഉദ്ഘാടന മത്സരം എന്ന നിലക്കാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് ഇതൊരു ചരിത്ര നിമിഷമാണ്. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഇന്നലെ പറഞ്ഞ പോലെ 1930 രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ആരംഭിച്ചപ്പോൾ ഉള്ള പോലെയുള്ള ഒരു ചരിത്ര നിമിഷമാണിത്. 32 ടീമുകളുള്ള ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇവിടെ തുടങ്ങുന്നു. അതുകൊണ്ട് ആ തുടക്കം കുറിക്കുന്ന മത്സരം എന്ന പ്രാധാന്യം ഇന്റർ മയാമി വേഴ്സസ് അൽ അഹ്ലി പോരാട്ടത്തിനുണ്ട്. അടുത്ത നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കളി വരുന്നു ജൂൺ 15 തന്നെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തന്നെ. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കത് തിങ്കളാഴ്ച പുലർച്ചെ 12:30 അത്ലറ്റിക്കോ മാഡ്രിഡും PSG തമ്മിലാണ് ആ പോരാട്ടം. യെസ്, നിലവിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ട് മികച്ച ആത്മവിശ്വാസത്തോടുകൂടി വരികയാണ് ലൂയിസ് എൻറിക്കയുടെ PSG. അതിശക്തരായിട്ടുള്ള താരങ്ങളുണ്ട്. ഒസ്മാൻ ഡംബലെയും കിച്ച കഴസ്കേലിയയും ഡിസൈഡുവും ഒക്കെ ചേരുമ്പോൾ മിന്നും ടീം അവർക്കുണ്ട്. മറുഭാഗത്ത് ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഹുലിൻ ആൽവരസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടൊരു കടുത്ത പോരാട്ടത്തിന് തുടക്കമിടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെങ്കിലും ഒന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശയായിരുന്നു. അത് പരിഹരിക്കാൻ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവരെന്തായാലും പരിശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് PSG പോരാട്ടം ഒരു സൂപ്പർ പോരാട്ടമായിരിക്കും. സമയം പറക്കണ്ട, ഞായറാഴ്ച രാത്രിയാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ തിങ്കളാഴ്ച പുലർച്ചെ 12:30 ആ കളി നടക്കുക. അടുത്തത് നമ്മൾ കണ്ടിരിക്കേണ്ട മത്സരം റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു വേൾഡ് കപ്പിലെ ആദ്യ മത്സരമാണ്. ജൂൺ 18 ആ ഒരു കളി നടക്കുന്നത്. അൽ ഹിലാലിനെതിരെയാണ് ആ കളി. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 19 പുലർച്ചെ 12:30 എന്ന് പറയേണ്ടി വരും. റയൽ പുതിയ കോച്ചിന് കീഴിൽ കൂടുതൽ കരുത്തരായിട്ടാണ് എത്തുന്നത്. ഇപ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്, ഹ്യൂസൻ പോലെയുള്ള താരങ്ങളെയൊക്കെ അവർ സ്ക്വാഡിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ കരുത്തുറ്റ ടീമുമായിട്ട് വരുന്ന റയൽ മാഡ്രിഡ് എതിരാളികൾ അൽ ഹിലാലാണ്. മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അൽ ഹിലാലും വരുന്നത്. അവരുടെ മുന്നേറ്റത്തിൽ അലക്സാൻഡ്രോ മിട്രോവിച്ചും സംഘവും ഇന്നും പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻസാഗിയുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് അവർ പന്ത് തട്ടുമ്പോൾ നല്ലൊരു പോരാട്ടം പ്രതീക്ഷിക്കാം. സ്റ്റാർ സ്റ്റഡഡ് ടീമാണ് അൽ ഹിലാലും, അക്കാര്യം മറക്കേണ്ടതില്ല. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് മത്സരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്ന് അത് ജൂൺ 20 നടക്കുന്ന ഒരു പോരാട്ടമാണ്. ജൂൺ 20 രാത്രിയിൽ നടക്കുന്ന പോരാട്ടം. എതിരാളികളായിട്ട് വരുന്നത് ബയേൺ മ്യൂണിക്കും ബൊക്ക ജൂനിയേഴ്സും തമ്മിലാണ്. ബയേണും ബൊക്ക ജൂനിയേഴ്സും തമ്മിലുള്ള പോരാട്ടം ജൂൺ 20 നടക്കുന്നു. തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന മത്സരങ്ങളിൽ ഒന്നായിട്ടത് മാറും. ബൊക്കയും റിവറും ഒക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ടീമുകളാണല്ലോ. അർജൻറ്റീൻ ക്ലബ്ബ്, ആ അർജൻറ്റീൻ ക്ലബ്ബുകൾ ഇവിടെ ബയേൺ മ്യൂണിക്കിനെ പോലുള്ളൊരു യൂറോപ്യൻ വമ്പന്മാർക്കെതിരെ ഇറങ്ങാൻ പോകുന്നു. ഹാരി കെയ്ന് ബൂണ്ടസ് ലീഗയിലെ പവർ ഹൗസായിട്ട് ഒരു ഭാഗത്ത് വരുമ്പോൾ മറുഭാഗത്ത് എഡിൻസൺ കവാനി. എഡിൻസൺ കവാനി അദ്ദേഹമാണ് ബൊക്ക ജൂനിയേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടാവുക. സോ അർജൻറ്റീന ടീമിനെ നിസാരമായിട്ട് കാണേണ്ടതില്ല. നല്ലൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. ജൂൺ 20 രാത്രിയിലാണ് മത്സരമെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 21 പുലർച്ചെ 6:30 ആ കളി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മത്സരം യുവൻറ്റസും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ നടക്കാനുള്ളതാണ്. കളി ജൂൺ 26 നടക്കുക. യുവൻറ്റസും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിൽ. തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. ഈ സീസണിൽ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ട് അവരൊന്ന് വലഞ്ഞു പോയതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ താരങ്ങളെയൊക്കെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്ന് കരുത്ത് കൂട്ടിയിട്ടാണ് പെപ്പിൻ്റെയും സംഘത്തിൻ്റെയും വരവ്. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മികച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. യുവൻറ്റസും അതുപോലെ ഒരുങ്ങി തന്നെയായിരിക്കും എത്തുന്നുണ്ടാവുക.
യുവൻറ്റസ് വേഴ്സസ് റിവർ പ്ലേറ്റ് പോരാട്ടം. ആ കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 26 പുലർച്ചെ 6:30 ആ കളി ഉണ്ടാവുക. നല്ലൊരു പോരാട്ടം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. സോ ഇത്തരത്തിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ചില മത്സരങ്ങൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലുണ്ട്. കാത്തിരിക്കാം മിന്നും പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.